എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 2182 ദിവസമാണ് ഇന്നത്തെ ഈ ദിവസത്തിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. നന്ദി. ശ്രീധരക്കുറുപ്പ് സാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സാറ് വർഷങ്ങളായി നമ്മളോടൊപ്പം ഒട്ടനവധി ക്ലാസ്സുകൾ ഇതിനകം നമുക്ക് എടുത്തു തന്ന വ്യക്തിത്വമാണ്. സാറ് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഹോമിയോപ്പതി കോട്ടയത്ത് നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. MSc സൈക്കോളജി, MSc യോഗ, അതുപോലെ MD ഹോമിയോപ്പതി എന്ന് വേണ്ട എല്ലാ ക്വാളിഫിക്കേഷനും എല്ലാ ശാഖകളിലും അറിവ് നേടിയ വ്യക്തിത്വമാണ്. ഇന്ന് അദ്ദേഹം നമുക്കായി എടുക്കുന്ന വിഷയം ഗർഭകാല രോഗങ്ങളും അതുപോലെ തന്നെ പ്രസവാനന്തര പ്രോബ്ലങ്ങളും ഹോമിയോപ്പതി ചികിത്സയും എന്നുള്ള വിഷയത്തിലാണ് സാർ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഏറെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും സാറിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറേ, നമുക്ക് ക്ലാസ് തുടങ്ങാം. സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട IAPH അംഗങ്ങളെ, അതിൻ്റെ മോഡറേറ്റർ, അതുപോലെ തന്നെ ഇതിനെല്ലാം ഏകീകരിക്കുന്ന ഡോക്ടർ ധനേഷ്, എല്ലാവർക്കും എൻ്റെ, അതുപോലെ ഇവിടെ എന്നെ കേൾക്കാൻ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം, വിനീതമായ ഉപ്പുകൈ. ഇന്നത്തെ നമ്മുടെ വിഷയം 3-ാം ഭാഗമാണ്. ഗർഭകാലം ചികിത്സയും പ്രസവാനന്തര ചികിത്സയും ഹോമിയോപ്പതിയിലൂടെ എന്നതിൻ്റെ 3-ാം ഭാഗമാണ്. ഞാൻ ആദ്യം എൻ്റെ 1-2 എക്സ്പീരിയൻസ് പ്രസന്റ് ചെയ്തിട്ട് ബാക്കിയിലോട്ട് കിടക്കാം. കേൾക്കാമോ? കേൾക്കാം, നല്ലോണം കേൾക്കാം, കാണാം. ഓക്കെ. അപ്പം സാധാരണ ഈ അടുത്ത കാലത്ത് എനിക്ക് കിട്ടിയ 1-2 കേസുകളിൽ പ്രസവം വരെ ഒരു കുഴപ്പമില്ല. പ്രസവം കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര നടുവിന് വേദന. ഞാൻ ഇത് ഇൻഡ്യൂഡൈസ് ചെയ്യണം, കേസ് ഇൻഡ്യൂഡൈസ് ചെയ്ത് എടുക്കണം, അതിൻ്റെ പ്രോസസ്സ് എല്ലാം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ കണ്ടുപിടിച്ചിട്ട് തന്നെ ചെയ്യണം. എങ്കിലും എനിക്ക് കിട്ടിയ ഏറ്റവും, ഞാൻ ചില ടിപ്സും എളുപ്പവഴികളും ഒക്കെയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അന്നേരം നടുവിന് വേദന പ്രസവം കഴിഞ്ഞതിന് ശേഷം ഈയിടെ കിട്ടിയ ഒരു 4-5 കേസിൽ നടുവിന് വേദന അതിന് ശേഷം ഞാൻ കൊടുത്ത മെഡിസിൻ ജെൽസീമിയും അതുപോലെ തന്നെ കാലിപ്പോസ് 6 കൂടാണ് കംപ്ലീറ്റ് കുറഞ്ഞു. അത് പിന്നെ അവർക്ക് വന്നിട്ടില്ല. ഇതുപോലെയുള്ള കേസുകളിൽ നമുക്ക് ഏറ്റവും ഉചിതമായ മെഡിസിൻ ജെൽസീമിയാണ്. പിന്നെ ഒരു സംശയം ചോദിച്ചോട്ടെ? അത് ഇതുമായിട്ട് ബന്ധമുള്ളത് തന്നെ. അത് സിസേറിയൻ ആയിരുന്നു, നോർമൽ ഡെലിവറി ആയിരുന്നു? അത് നോർമൽ ഡെലിവറിയാണ്. നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സപ്പ് ഡെലിവറിയാണ്. അല്ല, ഈ സിസേറിയൻകാർ സ്ഥിരം നടുവേദന പറയാറുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്. ഏതായാലും ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഞാൻ കൊടുത്തിട്ടുള്ള ഒറ്റ കേസ് പോലും ഇതേവരെ ഫെയിലിയർ ആയിട്ടില്ല. ജെൽസീമിയാണ്. ഇപ്പം വേദന താഴോട്ടാണ് പോകുന്നെങ്കിൽ നക്സോമിക് ഫസ്റ്റ് മെഡിസിൻ ആൻഡ് ബെസ്റ്റ് മെഡിസിൻ. വേദന നടുവിന് വേദന വാതിനോട്ട് അതിൻ്റെ ഡയറക്ഷൻ, അതായത് സെൻസേഷൻ, ലൊക്കേഷൻ, മൊഡാലിറ്റി ഒക്കെ നോക്കണം കേട്ടോ. എല്ലാത്തിനും ഇങ്ങനെയല്ല. പിന്നെ വീക്ക്നെസ് കൊണ്ടൊക്കെയാണ് കൂടുതൽ അങ്ങനെ വരുന്നെങ്കിൽ പൾസാട്രായും സീക്കരിക്കോടുമാണ് മെഡിസിൻ. പിന്നെ പ്രസവ സമയത്ത് വീക്ക്നെസ് കൊണ്ട് ഷിവറിങ് ഉണ്ടാകുകയാണെങ്കിൽ, നെർവസ്നെസ് കൊണ്ട് ഷിവറിങ് ആകുകയാണെങ്കിൽ സിമിസിമിബൂഗാണ് മെഡിസിൻ. ഒരുപാട് കേസുകൾ ഇങ്ങനെ കിട്ടും. ഇപ്പം നമ്മൾ ചോദിക്കും, ഞാൻ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പലരും വിളിച്ചു ചോദിച്ചു, എനിക്ക് പരിചയമുള്ളവർ, നിങ്ങൾ ഈ
പ്രഗ്നൻസിയിലും ലേബർ കേസുകളിലും പ്രസവത്തിലും ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ? പലരും പറഞ്ഞു ഡോക്ടറെ ഞങ്ങളുടെ അടുത്ത് വരാറില്ല. ഇപ്പം ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ഉടനെ ഈ അലോപ്പതിയിലോട്ട് പിടിച്ചോളും ആശാവർക്കർമാർ. അവർ കല്യാണം കഴിച്ചാൽ വന്ന് എല്ലാ മാസവും വന്ന് ചോദിക്കും ഗർഭിണിയായെന്ന് അറിഞ്ഞാൽ ഉടനെ അടുത്ത ഹെൽത്ത് സെൻ്ററിലോട്ട് പിടിച്ചോളും. പിന്നെ നമ്മളെ ഒന്നും കഴിക്കാനും ഒന്നും അനുവദിക്കത്തില്ല. ഏറ്റവും ഒരു ഒരു സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റും പിന്നെ എന്നാലും വരുമെന്നാണ് എൻ്റെ. അങ്ങനെ വന്നപ്പോൾ ചിലരൊക്കെ പറഞ്ഞു, ഞാനൊരു 10-20 പേരെയെങ്കിലും വിളിച്ചിട്ടുണ്ട്. എന്നാൽ അവരൊക്കെ പറഞ്ഞത് ഞങ്ങൾ സ്വന്തവും ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കും കൊടുത്തു നോക്കിയിട്ടുണ്ട്, വളരെ എഫക്റ്റീവാണ് എന്നാണ് അവരൊക്കെ പറഞ്ഞത്. എന്നാലും നമുക്കൊരു പക്ഷേ പ്രായോഗികമായിട്ട് ഇപ്പം നേരിട്ട് നമ്മുടെ അടുത്തോട്ട് വരാത്തവർ ഒരുപാട് കാണും. എങ്കിലും നമ്മുടെ വിശ്വാസമുള്ളവർ ഇതിനിടയ്ക്ക് നമ്മുടെ അടുത്ത് വരും. ഇതുപോലെ ഈ പ്രസവം കഴിഞ്ഞ് നടുവേദനയൊക്കെ പോകാത്ത ഒരുപാട് പേര് പ്രസവാനന്തര കേസുകൾ നമുക്ക് സ്പീഡ് കൂടുതലില്ലല്ലോ, ഉണ്ടെങ്കിൽ പറഞ്ഞോണേ. ഉണ്ടോ? പോയില്ല സാറേ, ആ സ്പീഡില്ല. കൂടുതൽ സ്പീഡ് ഉണ്ടെങ്കിൽ പറഞ്ഞോണം, അല്ലെ ഞാൻ പറഞ്ഞു അങ്ങ് പോകും. അപ്പം അന്നേരം ഇങ്ങനെയുള്ള കേസുകളിൽ രണ്ട് തരത്തിൽ ബിഫോർ പ്രഗ്നൻസി, ഡ്യൂറിങ് പ്രഗ്നൻസി കൊടുക്കാനുള്ള ഒരുപാട് മെഡിസിൻ നമുക്കുണ്ട്. ഡെലിവറി ടൈമിൽ കൊടുക്കാനുള്ളതുണ്ട്. ഡെലിവറി കഴിഞ്ഞും അതിൽ വിശ്വാസമുള്ളവരും ഇല്ലെന്നില്ല, ഉണ്ട്, ചിലരെങ്കിലും കാണും. നമുക്കും നമ്മളോട് അടുത്ത് ചികിത്സിക്കുന്ന ആൾക്കാർക്കും സ്ഥിരമായിട്ട് വരുന്നവർ അവർ ചോദിക്കും ഡോക്ടറെ നമുക്ക് വല്ല മരുന്നും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മുടെ കോൺഫിഡൻസ് പോലിരിക്കും. ഞാനിപ്പോൾ ഒരു 50 വർഷത്തിൽ കൂടുതലായി ചികിത്സ തുടങ്ങിയിട്ട്. ഇതിനോടകം പല സന്ദർഭങ്ങളിൽ ഇപ്പം നമ്മളൊരു വില്ലേജിലൊക്കെയാണ് നമ്മുടെ ക്ലിനിക്കെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഓടി വരും. നമുക്ക് അറിയാൻ മേലെന്ന് പറയാൻ പറ്റിയല്ല. എന്നാലും ചിലപ്പോൾ നമുക്ക് ഡെലിവറി തന്നെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടും വന്നെന്നിരിക്കാം. അങ്ങനെയുള്ളപ്പം ഈ അറിവുകൾ നമുക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതുപോലെ എളുപ്പത്തിൽ ചിലപ്പോൾ പോസ്റ്റ് പെയിൻ ആയിരിക്കും, അവർക്കിതൊന്നും ഒരു പുത്തരിയല്ല. അലോപ്പതി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവരവിടെ ഒറിജിനൽ പെയിൻ ആണേലും കൊള്ളാം, പിന്നെ പോസ്റ്റ് പെയിൻ ആണേലും കൊള്ളാം, അവർ അവിടെ കിടന്നോളാൻ പറയും. അഥവാ എളുപ്പത്തിൽ ലേബർ പെയിനൊക്കെ കുറച്ചുകൂടെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കൊളോഫൈലം, തിമിസ്യൂമ, വിബ്രണം, ഓപ്പുലസ് ഒക്കെ ആ സമയങ്ങളിൽ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പ്രാക്ടീസ് ചെയ്തപ്പം എൻ്റെ കൂടെ ഒരു സ്വിറ്റ്സർലൻഡ് ലേഡിയോ നേഴ്സ് പ്രാക്ടീസ് ചെയ്തിരുന്നു. എന്നാലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നേഴ്സുമാർ ജർമ്മനിയിൽ നിന്ന് വന്നു. അവർ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞു. അപ്പം അന്നേരം അവരെന്നോട് ചോദിച്ചു ലേബർ റൂമിൽ എന്തെങ്കിലും മെഡിസിൻ ഉണ്ടോ? ഞാൻ കുറേ മെഡിസിൻ്റെ ലിസ്റ്റുകളൊക്കെ എടുത്തു. അവരതെല്ലാം മേടിച്ച് വെച്ചു. 1, 2, 3, 4. അവിടുത്തെ ഡോക്ടർമാരെ സമ്മതിച്ചില്ല. അവർ 1, 2, 3, 4, 5, 6 അങ്ങനെ 10-15 മെഡിസിൻ മേടിച്ചുകൊണ്ട് ഇവിടുന്ന് അങ്ങ് പോയി. അവരവിടെ ചെന്ന് ലേബർ റൂമിൽ വെച്ചിട്ട് കൊടുത്തിട്ട് സിസേറിയൻ ചെയ്യേണ്ട കേസ് പോലും നോർമൽ ഡെലിവറി ആയിട്ട് ചെയ്യാൻ നമ്മൾ മെഡിസിന് പറ്റി. അപ്പം അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കണോ എന്ന് വേണ്ട, പേര് പോകും എന്നുള്ള പേടി കൊണ്ടാണ് ആൾക്കാർ കഴിയുന്നതും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ കഴിയുന്നത്. ഇപ്പം നമ്മൾ ഭാര്യ ഹോമിയോ ഡോക്ടറാണെങ്കിൽ ഭർത്താവ് വേറെ പ്രൊഫഷനാണെങ്കിൽ സമ്മതിക്കുകയില്ല. എൻ്റെ കുഞ്ഞിനെ എങ്ങനെയൊന്നും അല്ലേ എനിക്കങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റിയതെന്ന് പറയുന്നവരുണ്ട്. ഇത് അനുഭവം ഉള്ളവരുണ്ടോ എന്ന് എനിക്കറിയാൻ മേല. എനിക്ക് പലരിൽ നിന്നുള്ള അനുഭവം, പലരും പറഞ്ഞുള്ള അറിവാണ്. പിന്നെ ഭയങ്കരമായിട്ടുള്ള സഹിക്കാൻ മേലാത്തുള്ള ലേബർ പെയിൻ ആണെങ്കിൽ താൽക്കാലിക ശമനത്തിന് ചമമില്ല കൊടുക്കാം. പൊട്ടൻസി ആണ് ഈ പറയുന്നതൊക്കെ. മദർ ടിഞ്ചറോ വേറെ പൊട്ടൻസി ആണെങ്കിൽ ഞാൻ പ്രത്യേകം പറയും. പോസ്റ്റ് ലേബർ പെയിൻ ആണെങ്കിൽ പൾസാറ്റിലാണ് ഏറ്റവും വലിയ മരുന്ന്. കാർക്കേറിയ ഒക്കെ കൊള്ളാം, പക്ഷേ പൾസാറ്റിലാണ് നമ്പർ മരുന്നും മെഡിസിൻ പോസ്റ്റ് പെയിൻ. പെയിൻറ്റിങ് വരികയാണെങ്കിൽ ഡെലിവറിയുടെ സമയത്ത് പെയിൻറ്റിങ് വരികയാണെങ്കിൽ നാസ്റ്റോമിക്ക. നമുക്ക് ഈ അലോപ്പതി ഈ ഗൈനക്കോളജിസ്റ്റും ഒബ്സ്റ്ററ്റീഷ്യനും ഒക്കെ പഠിച്ചവർക്ക് അവർക്ക് ലേബർ റൂമിൽ ഇത്രയും നല്ല മെഡിസിൻസ് ഒന്നും അവർക്കില്ല.
നമ്മളെ അപ്പുറം. പക്ഷെ അവർ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നറിയത്തില്ല. പക്ഷേ ചില കേസുകളിൽ അറിയാതെ കൊടുത്തിട്ട് എനിക്ക് നല്ല എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ വിശ്വാസമുള്ളവർ. അപ്പം ഈ പെയിന് ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് വരികയാണെങ്കിലും പൾസാറ്റിലായും കാലിക്കാർബാണ് മെഡിസിൻ. ഇറഗുലർ പെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെങ്കിൽ കൊളോഫൈനമാണ് മെഡിസിൻ. സ്പാസ്മോഡിക് പെയിൻ ആണ് വരുന്നെങ്കിൽ അയോസ്യാമസ് ആണ് മെഡിസിൻ. കൂടുതൽ സ്പീഡില്ലല്ലോ, മനസ്സിലാകുന്നുണ്ടല്ലോ? ഓക്കെ. ഓക്കെ. ഇനി ഗർഭകാലത്ത് കൊടുക്കാവുന്ന ചില മെഡിസിൻ ഉണ്ട്. അതിന് ഏറ്റവും ടോപ്പ് മോസ്റ്റ് മെഡിസിൻ ഒന്ന് നക്സോമിക്കായ, ഇറിറ്റബിലിറ്റി, ആങ്കറൊക്കെ കാണും. രണ്ടാമത്തെ മെഡിസിൻ പൾസാറ്റില. പിന്നെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം അറിയാവുന്നുണ്ട്, അതിലോട്ട് ഡീറ്റെയിൽസ് പോകുന്നില്ല. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട മെഡിസിൻ പൾസാറ്റിലാണ്. തേർഡ് മെഡിസിൻ നമ്മളിപ്പം ഏത് ഫീമെയിൽ കേസ് എടുത്താലും ഈ പൾസാറ്റിലായും സെപ്പിയായും എല്ലായിടത്തും വരും. എവിടെ ചെന്നു ഏത് കേസ് കണ്ടീഷൻ എടുത്താലും ഈ പൾസാറ്റിലായും സെപ്പിയായും വരാത്ത സ്ഥലം കുറവാണ്. പിന്നെ അതുപോലെ ജെൽസീമിയം, കാലിക്കാർബ്, നക്സോമിക്കയും 3 കൂടെ വരാം. അതുപോലെ പോസ്റ്റ് പ്രഗ്നൻസി ഇത് സാധാരണയാണ്. കല്യാണമൊക്കെ കഴിച്ച് കുറച്ച് നാൾ കഴിയുമ്പം മെൻസസ് ഒക്കെ കാണാതെ വരുമ്പോൾ ആൾക്കാർ വിചാരിക്കും പ്രഗ്നൻസി ആണ്. ഇന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് അങ്ങനെ വരികയില്ല. കാരണം ഇന്ന് പ്രഗ്നൻസി ടെസ്റ്റിനൊക്കെ ഉള്ള ഈസി ആയിട്ടുള്ള മെത്തേഡ് ഒരുപാടുണ്ട്. അങ്ങനെ വരുന്ന കേസുകളിൽ പോളോഫൈലും തൂജിയാണ് മെഡിസിൻ. പോളോഫൈലം ആൻഡ് തൂജ, അത് രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്തോണം. പിന്നെ ഗർഭിണികളിൽ കാണുന്ന സാധാരണ ചില പ്രശ്നമാണ് ഇച്ചിങ്. അതിന് വരുന്നത് സബൈനായും ടെബാക്കോ ആണ് ഇച്ചിങ് വരികയാണ്. ദേഹം മൊത്തമാണോ? ദേഹം മൊത്തം, സ്പെഷ്യൽ വജൈനൽ ഭാഗത്ത്, അതായത് മൺപയുടെ ആ ഭാഗത്തൊക്കെ ഭയങ്കര ഇച്ചിങ് ചിലർക്കുണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സബൈനായും ടെബാക്കോ ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ നൈറ്റിൽ ഉറങ്ങാതെ ഇച്ചിരി ആൻസൈറ്റി ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്റ്റ്ലെസ്നെസ് കാണുകയാണെങ്കിൽ റെക്ടാൻക്യ ഈസ് ദി ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് മെഡിസിൻ. കോൺസ്റ്റിപ്പേഷനാണ് വരുന്നെങ്കിൽ ബോറാക്സ് ആൻഡ് നക്സ് മോസ്കിറ്റ. ഇനി പറയാൻ പോകുന്നത് സ്റ്റെറിഡിറ്റിയെ കുറിച്ചാണ്. ഇത് സാധാരണ ലേഡീസിൽ കാണാറുള്ള ഒരു പരിപാടിയാണ്. അതും ഈ പറഞ്ഞോട്ട് സെപ്പിയ വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിൻ. ഞാൻ സെപ്പിയയ്ക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് നേട്രമോർ 6 കൂടെ കൊടുക്കാറുണ്ട്. പിന്നെ ഒരു മെഡിസിൻ നേട്ടം കാർബാണ്. നേട്ടം കാർബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നോൺ റിട്ടൻഷൻ ഓഫ് സെമൻ, അതൊരു പ്രധാനപ്പെട്ട സിംറ്റമാണ്. അതൊരു റയർ അൺകോമൺ പിക്കൂരിയർ സിംറ്റമായിട്ട് എടുക്കാം. നമ്മൾ ശരിക്കും വിശദമായിട്ട് ചോദിച്ചാലേ പറയുള്ളൂ, അതിൻ്റെ പേഷ്യൻ്റ് പറയരുത്. ഒരുപാട് കേസിൽ സ്റ്റെറിഡിറ്റിയിൽ ഞാൻ ഈ നേട്ടം കാർബും സെപ്പിയ നേട്രമൂർ കൊടുത്ത് ഒരുപാട് കുഞ്ഞുകാൽ കാണാൻ സാധിക്കാത്തവർക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയത് എൻ്റെ അനുഭവമാണ്. എന്ന് വെച്ചാൽ വേറെയുള്ള അനുഭവം ഇല്ല എന്നല്ല പറയുന്നത്, കൂടുതൽ കിട്ടിയതിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ആസിഡ്, ചില ആൾക്കാരുടെ വജൈനൽ ഭാഗത്ത് ആസിഡ് സെക്രീഷൻ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കേസിൽ നേട്ടം പോസാണ് മെഡിസിൻ. ആസിഡ് സെക്രീഷൻ കൊണ്ടാണ് കൂടുതൽ. പിന്നെ ചിലർക്ക് ഒരു കേസിൽ അട്രോപ്പി ഓഫ് ബ്രസ്റ്റ്, അതായത് ഒരു വലിപ്പമില്ല, സാധാരണ ഒരു സ്ത്രീക്കുള്ള വലിപ്പമൊന്നുമില്ല, കൊച്ചു പിള്ളേരുടെ കൂട്ട് ഇങ്ങനെ ഇരിക്കുക. അതിന് അയോഡം കൊടുത്തു. ഹോട്ട് പേഷ്യൻ്റ് ആയിരുന്നു, വീക്ക്നെസ് ഉണ്ടായിരുന്നു, എക്സ്ട്രീം വീക്ക്നെസ് ഉണ്ടായിരുന്നു. അതെല്ലാം വെച്ച് കൊടുത്തപ്പം അയോഡിയം, അതിൻ്റെ ഇത് നോക്കിയപ്പം ഈ തൈറോയിഡിൻ്റെ ഇത് നോക്കിയപ്പം അതും ഹൈപ്പോതൈറോയിഡിസം ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് നോക്കിക്കൊടുത്തപ്പം അത് ശരിയായി. പിന്നെ എക്സസീവ് ഡിസയർ, സെക്സ്വൽ ഡിസയർ കൊണ്ടുണ്ടാകും
സ്റ്റെറിലിറ്റി ആണെങ്കിൽ ഒറിഗാനോ, പ്ലാറ്റിന, ഈ 2 മെഡിസിൻ അതൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്തോണം. പിന്നെ യൂട്രീൻ വീക്ക്നെസ്, മെർസോൾ ആൻഡ് സൈലീഷ്യ. നമ്മൾ പറയും യൂട്രസ് ഭയങ്കര വീക്കാണ്, അത് വലിപ്പം ശരിക്കും വെച്ചിട്ടില്ല എന്നാൽ അതുകൊണ്ടാണ് പ്രഗ്നൻസി ആകാത്തെന്ന് പറയുന്ന കേസിൽ മെർസോൾ, സൈലീഷ്യ. പിന്നെ ഒരു കേസിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സെക്കൻഡറി സ്റ്റെറിലിറ്റി. ഫസ്റ്റ് ഒരു കുഞ്ഞുണ്ടായി, രണ്ടാമത്തെ കുഞ്ഞ് എത്ര നോക്കിയിട്ടും ശ്രമിച്ചിട്ടും പറ്റുന്നില്ല, എന്നാലും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അതിന് ഇൻഡിക്കേഷൻ വന്നത് മെർസോളാണ്. മെർസോൾ കൊടുത്തപ്പം പ്രഗ്നൻ്റ് ആയി. പിന്നെ സാധാരണ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സിംറ്റം നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്, അത് ഞാൻ പറഞ്ഞതാണ് സബൈനായും ഇതും. പക്ഷെ പ്രത്യേകിച്ച് ഇച്ചിങ് ഡ്യൂറിങ് പ്രഗ്നൻസി സ്പെസിഫിക് ആയിട്ട് കൊടുക്കാവുന്ന ഒരു മെഡിസിൻ സെപ്പിയാണ്. അതൊന്നുകൂടെ പറഞ്ഞേ സാറേ. ഈ പ്രഗ്നൻസി ടൈമിൽ വജൈനൽ ഇച്ചിങ്, വൺവായിലും ഒക്കെ ഇച്ചിങ് കൂടുതലുണ്ടെങ്കിൽ കൊടുക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട മെഡിസിൻ. അല്ല, നേരത്തെ ടബാക്കോവും വേറെ അത് ഏതാണെന്ന് പറഞ്ഞു. പറഞ്ഞായിരുന്നു. ടബാക്കോ പറഞ്ഞു, സബീനായും പറഞ്ഞു. ഇതൊന്നും സ്പെഷ്യലായിട്ട് പറയുന്നതാണ്. ഭയങ്കര ഇച്ചിങ്, അൺബിയറബിൾ ഇച്ചിങ് ആണ്. അങ്ങനെ വരികയാണെങ്കിൽ സെപ്പിയാണ് മെഡിസിൻ. പിന്നെ യൂറിൻ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇച്ചിങ് ഉണ്ടായാൽ, മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇച്ചിങ് അനുഭവപ്പെടുകയാണെങ്കിൽ മെർസോളാണ് മെഡിസിൻ. മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ പറഞ്ഞോണം. സ്പീഡ് കൂടുവോ ക്ലാരിറ്റി കുറവോ ഉണ്ടെങ്കിൽ പറഞ്ഞോണം. കുഴപ്പമില്ല, ഓക്കെയാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിൻ്റെ ബാക്കി കുറച്ചെടുക്കാനുണ്ട്, അത് ഞാൻ പറയാം. സാറേ, ഇന്നിപ്പോ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലവും അതിന്റെ തന്നെ ബാക്കിയാ പറയുന്നത്. എന്തുമാത്രം ഇന്നാള് ഫിനിഷ് ചെയ്തെന്ന് ഞാൻ ഓർക്കുന്നില്ല, കുറെ ബാക്കി വന്നു, അത് പറയാൻ പോകുന്നത്. ഇപ്പം പറയുന്നത് ഇനി മുലപ്പാലിന്റെ, ബ്രസ്റ്റ് മിൽക്കിന്റെ കൂട്ട. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു, ആരെങ്കിലും കേട്ടോരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. മറിയാമ്മ ഡോക്ടർ ഉണ്ടല്ലോ, മറിയാമ്മ ഡോക്ടറെ കഴിഞ്ഞ പ്രാവശ്യം ബ്രസ്റ്റ് മിൽക്കിനെ കുറിച്ച്, കൊറോണയെ കുറിച്ച് സംസാരിച്ചായിരുന്നു. പറഞ്ഞിട്ടില്ല. എന്നാലും മുലപ്പാല് അമ്മമാരിൽ അളവ് വർദ്ധിപ്പിക്കാൻ റിസിനസ് കമ്മ്യൂണിസ് നല്ലൊരു മെഡിസിനാണ്. പൊട്ടൻസിയാണ്. കുറയ്ക്കണമെങ്കിൽ ചിലർക്ക് ഭയങ്കരമായിട്ട് കൂടും, കുഞ്ഞുങ്ങൾ കുടിക്കത്തില്ല. ഈയിടെ എനിക്കൊരു കേസ് കിട്ടി. ഒരു ഹോമിയോ ഡോക്ടറുടെ മരുമകളാണ്, കൊച്ചു പാല് കുടിക്കുന്നില്ല, തള്ളയ്ക്ക് പാലൊട്ടില്ലതാണ്. ഞാൻ കൊടുത്തത് അമൈനാസദേവായും കൊച്ച് ഇറിറ്റബിലിറ്റി സീനായുമാണ്. കൊച്ചിന് സീന കൊടുത്തു, അമ്മയ്ക്ക് അമൈനാസദേവ മദർ ടിഞ്ചറും കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പം സഫീഷ്യൻ്റ് ഇല്ല, കുറേ വന്നു. അത് കഴിഞ്ഞിട്ട് ഡാർക്ക് ഡെഫ്ലോറേറ്റം കൊടുത്തപ്പം ഇഷ്ടം പോലെ പാല് കൊച്ചു കുടിക്കാനും തുടങ്ങി. ഇങ്ങനെയുള്ള കേസുകളൊക്കെ നമുക്കല്ലാതെ വേറൊരു സിസ്റ്റത്തിനും മെഡിസിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതിൻ്റെ അകത്ത് വളരെ സക്സസ്ഫുള്ളാണ്. എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്, ചുമ്മാ പറയുന്നതല്ല. 2 വർഷാറ്റില പറഞ്ഞല്ലോ, പ്രസവം കഴിഞ്ഞിട്ട് പാല് നിറഞ്ഞിട്ട് ഇത് വലുതായിട്ട് വലുതാണെങ്കിൽ അത് തൊടുമ്പോൾ ഭയങ്കര വേദനയും, കുഞ്ഞിനെ കുടിക്കാനും സമ്മതിക്കരുത്, ഒരു വിധത്തിനും പറ്റാത്ത ഘട്ടത്തിൽ അട്ടിക്കായ് ഉടൻസ് മദർ ടിഞ്ചർ പെട്ടെന്ന് കുറവ് കിട്ടും. പിന്നെ വേറൊരു ഇതാ, പാല് കുറഞ്ഞു കഴിയുമ്പോൾ വിഷാദ രോഗം പോലെ, അതുപോലെ ദാഹം കൂടുതൽ, പിന്നെ മരിച്ചു പോകുമെന്നുള്ള പേടി. അങ്ങനെ വരികയാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ ഡാർക്ക് ഡിപ്രോട്ടം തന്നെ കൊടുക്കാം. വളരെയധികം
പ്രയോജനമുള്ള ഒരു മെഡിസിനാണ് ഡാർക്ക് ഡിപ്രറേറ്റർ. വേദനയും വീക്കവും, വേദനയുള്ള കെട്ടുകെട്ട് പോലെയുള്ള നിരവധി മുഴകൾ കാണുകയും പാൽ വളരെ കുറഞ്ഞ അളവിൽ കാണുന്നു, പാൽ കട്ടിയായിട്ട് വരികയും പെട്ടെന്ന് ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. മുലക്കണ്ണിൽ നിന്ന് പാൽ നൂല് പോലെ തൂങ്ങിക്കിടക്കും. കുട്ടി മുലകുടി നിർത്തിയതിനു ശേഷം സ്ഥലത്തിൽ നിന്നും രക്തം കലർന്ന വെള്ളം പോലെയുള്ള സ്രാവം ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പയറ്റുടയ്ക്കാൻ മെഡിസിൻ. പയറ്റുടക്ക, പാലിങ്ങനെ നൂല് പോലെ തൂങ്ങിക്കിടക്കും, രക്തം കലർന്ന വെള്ളം പോലെയുള്ള സ്രാവം വരും. ഇതൊക്കെ കണ്ടാൽ മുഴകൾ പോലെ, നിരവധി മുഴകൾ പോലെ തോന്നിച്ചാൽ പയറ്റുടക്ക കൊടുത്താൽ, പയറ്റുടക്ക ഒരുപാട് എനിക്ക് പശുക്കൾക്കും കിട്ടിയിട്ടുണ്ട്. പയറ്റുടക്ക, ഓണയമ്മക്ക്, ബ്രൗണിയ, ഇപ്പം ഇഷ്ടം പോലെ പശുക്കളുടെ കേസുകൾ വരാറുണ്ട്. അപ്പം മിക്ക ഹോമിയോപ്പതി ക്ലിനിക്കുകളിൽ ഇത് കിട്ടാറുണ്ടെന്നാണ് പറയുന്നത്. എൻ്റെ കൂട്ടുകാരെ, എൻ്റെ കൂടെ പഠിച്ചവരോടൊക്കെ ഞാൻ വിളിച്ച് ഇന്നലെ ചോദിച്ചാൽ പറഞ്ഞു, മനുഷ്യനും വരാറില്ല, പക്ഷെ പശുക്കളുടെ കേസ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ്. വലിയ ഗുണമില്ലാത്ത കുട്ടി മുമ്പേ പറഞ്ഞ മാതിരി പാൽ കുടിക്കാൻ മടിക്കും. അങ്ങനെ വന്നാൽ കൊടുക്കേണ്ട പ്രധാനപ്പെട്ട മരുന്ന് കാർക്കേറിയ കാർബൺ. അതറിയാമല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ അറിയാം. കാർക്കേറിയ കാർബണിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ കാണും. മുലപ്പാലിന് പകരം രക്തം വരുന്നെന്ന്, സ്രാവ വരുന്നെങ്കിൽ സൈലീഷ്യയാണ് മെഡിസിൻ. സൈലീഷ്യ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കേസിൽ ആൽഫാൽഫ മദർ ടിഞ്ചർ. ആൽഫാൽഫ മദർ ടിഞ്ചർ നല്ലൊരു മെഡിസിനാണ്. ഇതിനെല്ലാം വളരെയധികം ഉത്തമമാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഗർഭാവസ്ഥയിലുള്ള വേറൊരു പ്രശ്നമാണ് അബോർഷൻ, ഗർഭഛിദ്രം. ശരീര ശോഷണം കൊണ്ട് ഡോക്ടറെ പറഞ്ഞേക്കണേ, അഥവാ എടുത്ത ഭാഗമാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യാതെ. ഞാൻ മാർക്ക് ചെയ്യാൻ മറന്നുപോയി കഴിഞ്ഞ പ്രാവശ്യം. അറിയാമോ ഡോക്ടറെ, കഴിഞ്ഞ പ്രാവശ്യം അബോർഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇല്ല. എന്നാലും ശരീരം മെലിഞ്ഞതുകൊണ്ടും രക്തക്കുറവുകൊണ്ടും ഉള്ള സ്വാഭാവികമാണെങ്കിൽ അലീട്രിസ് ഫർണേഷ്യ മദർ ടിഞ്ചർ കൊടുത്താൽ കുറയും. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ പൊട്ടൻസികൾ കൊടുക്കുന്നത് ഏപ്പിസ് വെനിവിക്ക, സബൈന, നെപ്പിയൊക്കെയാണ്. ഗർഭകാലത്തിലെ ആദ്യത്തെയും മൂന്നാമത്തെയും മാസം ഗർഭം അലസിപ്പോ 3 മാസത്തിനാണെങ്കിൽ ഏപ്പിസ് വെനിവിക്ക, അത് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ വരെ ഇട്ട് കൊടുക്കാം. പേടിയാണ് ഉള്ളതെങ്കിൽ, ഗർഭകാലത്ത് പേടി, അലസിപ്പോകുമെന്നുള്ള പേടി, അസ്വസ്ഥത, ഒരു സൈസ് ആൻസൈറ്റി, ദാഹം, പനി, ത്വക്ക് വരണ്ടിരിക്കുകയാണെങ്കിൽ അക്നൈറ്റ് കൊടുത്താൽ വളരെ, അത് ഒരു 15 മിനിറ്റ് അരമണിക്കൂറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് മാറിക്കോളും. പെട്ടെന്ന് കിട്ടും, റിസൾട്ട് കിട്ടും. എല്ലാം 0/3 ആണോ? ഞാൻ കൊടുക്കുന്നത് 0/3. 30 ഇല്ലെങ്കിൽ 30 കൊടുക്കാം. അത് മിനിമം ഡോസ് കൊടുക്കണേ, ഡിവൈഡഡ് ഡോസാണ് ഞാൻ കൊടുക്കുന്നത്. ആദ്യത്തെ മാസം തന്നെ ഗർഭം അലസിപ്പോകുന്നുള്ള തോന്നലുണ്ട്. ക്രോക്കസ് സദൈവ കൊടുത്താൽ, അത് മദർ ടിഞ്ചറാണ് കൊടുക്കുന്നത്. ക്രോക്കസ് സദൈവ. മൂന്നാമത്തെ മാസമാണ് ഗർഭചിത്രമെങ്കിൽ സിമിസ്യൂഫൂഗ ലോവർ പൊട്ടൻസി 3x-ഉം 6x-ഉം ഒക്കെ കൊള്ളാം. കിട്ടാൻ പാടാ, ലോവർ പൊട്ടൻസി ചിലടത്ത് കിട്ടത്തില്ല. ഓക്കാനവും കൊളുത്തിപ്പിടിക്കുന്ന വേദനയും ക്ലിയർ നാക്കും ഒക്കെ ആണെങ്കിൽ, തെളിഞ്ഞ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എപ്പിക്കാക്കാണ്. മദർ ടിഞ്ചറും കൊടുക്കാം കേട്ടോ. ഞാൻ മദർ ടിഞ്ചറും പൊട്ടൻസിയും മാറി മാറി കൊടുക്കും. ഇത് പരാജയപ്പെട്ടാൽ കൊടുക്കുന്ന മരുന്ന് പ്ലാറ്റിനം
0/3 കൊടുക്കാറ്. അതുകൊണ്ട് നിന്നില്ലെങ്കിൽ പിന്നെ 5-ാമത്തെയും 7-ാമത്തെയും മാസമാണെങ്കിൽ കൊടുക്കാവുന്ന മെഡിസിൻ സെപ്പിയ. ഇനി ഗർഭചിത്രം കഴിഞ്ഞതിന് ശേഷം, അബോർഷൻ കഴിഞ്ഞതിന് ശേഷം രക്തസ്രാവം നിൽക്കാതെ വന്നാൽ പൈക്കസ് മദർ ടിഞ്ചറും ട്രില്ലിയം പെൻഡിലും ഇത് രണ്ടും മാറി മാറി കൊടുക്കാവുന്നത് 10 കൊടി വീതം കൊടുക്കാം വെള്ളത്തിൽ ഒഴിച്ച്. 8-ാം മാസത്തിലാണ് ഗർഭമലസുന്നെങ്കിൽ വിബ്രിനം പ്രോണിപ്പോളിയാണ് മെഡിസിൻ. അത് 2-3 മണിക്കൂർ ഇടയിട്ട് കൊടുക്കാം. മദർ ടിഞ്ചറാണ് അതും കൊടുക്കുന്നത്. സ്പീഡ് കൂടുതലുണ്ടോ? ഇല്ല ഇല്ല. ആ, ഇത് പ്രതിരോധിക്കാൻ പറ്റിയ ഒരു മെഡിസിൻ ഗർഭചിത്രം, അതായത് അബോർഷൻ, വിബ്രിനം ഓപ്പുലസ് നല്ലതാണ്. അതിനെ പ്രതിരോധിക്കാം, ആകാതിരിക്കാൻ. പിന്നെ ചാപിഴ ഉണ്ടാകാതിരിക്കാൻ പ്രതിരോധിക്കാവുന്ന മെഡിസിൻ DNA എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. അത് ഹയർ പൊട്ടൻസിയാണ് കൊടുക്കുന്നത്. അത് പിറ്റിമിനിസ്മൽ പൊട്ടൻസി കിട്ടാൻ പ്രയാസമാണ്. അത് വണ്ണമൊക്കെയാണ് കൂടുതൽ കിട്ടാൻ സാധ്യത. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഇത്രയും പറഞ്ഞതിനൊക്കെ ഞാൻ അങ്ങേറ്റം കൊള്ളാം എന്ന് പറഞ്ഞെങ്കിലും ചില കേസുകളിൽ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് മോർണിംഗ് സിക്നസ് നിർത്താൻ. ചില കേസുകളിൽ പഠിച്ച പണി 18 നോക്കിയിട്ട് നിന്നാകുന്ന അപൂർവം ചില കേസുകളുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു മെഡിസിൻ എപ്പിക്കാക്കാണ്. ഭക്ഷണം കഴിച്ചാൽ തന്നെ മുകളിലോട്ട് വരും. തകട്ടി അത് ഛർദ്ദിക്കും. നാക്കെപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കും, എപ്പോഴും നനഞ്ഞായിരിക്കും ഇരിക്കുന്നത്. ഇതാണ് എപ്പിക്കാക്കിന്റെ ഇൻഡിക്കേഷൻ. ഭക്ഷണമോ വെള്ളം കുടിച്ചാലും ഛർദ്ദിക്കും. ഭയങ്കര റെസ്റ്റ്ലെസ്നെസ്. കുറച്ച് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടറാണ് കുടിക്കുന്നെങ്കിൽ ഭയങ്കര ക്ഷീണമാണ്. ആൻസൈറ്റി ഒക്കെ ആണെങ്കിൽ മരുന്ന് കഴിച്ചിട്ടും വലിയ പ്രയോജനമൊന്നും ഇല്ലെന്ന് തോന്നുന്ന കേസുകളിൽ ആഴ്സനിക്കാതെ നല്ല വർക്ക് ചെയ്യും. ഈ എപ്പിഗാസ്ട്രിക് റീജിയനിൽ ഒരു ബെൽട്ടയം പോലെയും ഭയങ്കരമായുള്ള ഛർദ്ദിച്ചൊരു വേദന പോലെയും വരികയാണെങ്കിൽ ലൊബേരിയ പൊട്ടൻസി നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്പെസിഫിക്കായിട്ട് കൊടുക്കാവുന്നത് എല്ലാവർക്കും, എന്നാലും ഒത്തിരി പേർക്ക് പ്രയോജനം കിട്ടിയിട്ടുണ്ട്. സിംബോറികാർപ്പസ് എന്ന് പറയുന്ന മെഡിസിൻ, അതും പൊട്ടൻസിയാണ്. ഞാനിത് കൊടുത്തിട്ട് കുറവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് 0/3 കുറവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 200 പൊട്ടൻസി ഒരെണ്ണമോ ഇടയ്ക്ക് കൊടുക്കും. അതിന് ശക്തമായ മനം പുരട്ടിൽ പോക്കാനും ഭക്ഷണത്തിൻ്റെ മണം നല്ല വല്ല കടുവിറക്കുമോ, ഭക്ഷണം കുക്ക് ചെയ്യുന്ന എന്തെങ്കിലും മണം വന്നാൽ മതി, ഭയങ്കര വെളുത്തടിച്ച കൂട്ടി ഛർദ്ദിക്കും. എല്ലാവരും കുറെ പേർക്കൊക്കെ ഇതിന് അനുഭവമുള്ള ഉണ്ടായിരിക്കും. പിന്നെ ഭക്ഷണം കാണുമ്പോഴേ നോക്കാനും വരും. പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റ് എന്ത് കഴിച്ചാലും, അതിപ്രത്യേകിച്ച് പുളിരസമുള്ള ഭക്ഷണങ്ങളോട് ആർത്തി കാണും. ഭക്ഷണം കഴിച്ചാലും ഒന്നും കഴിച്ചില്ലെന്നുള്ള തോന്നൽ വന്നാൽ സെപ്പിയാണ് വരുന്നത്. സ്പീഡിൻ്റെ ഉണ്ടോ മറിയാമ്മ ഡോക്ടർ? സ്പീഡുണ്ടോ?
ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ തികട്ടി വരും, നാക്കിൽ തവിട്ട് നിറം, വായുക്ഷോഭം, ഛർദി. രാവിലെയാണ് അതിൻ്റെ കൂടുതൽ. അഗ്രവേഷൻ ഏർലി മോർണിംഗ് ആണ്, നക്സോമിക്കാണ് വരുന്നത്. പിന്നെ ക്രേവിങ് അല്ലെ ആർത്തി, അത് കരിക്കട്ട, ചുണ്ണാമ്പ്, ചോക്ക തുടങ്ങിയോടുള്ള ആർത്തിയാണെങ്കിൽ പിന്നെ പച്ചരി തിന്നുകയും ചെയ്യും. അരൂമിനാണ് മെഡിസിൻ. എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു മരുന്നാണ്. ഒത്തിരി പേര് പച്ചരി തിന്നും. അത് ഗർഭിണി അല്ലാത്തവർക്ക് കൊടുത്താലും റിസൾട്ട് കിട്ടും കേട്ടോ. ഒരുപാട് പഴങ്ങൾ, അതായത് പുളിയൊക്കെ തിന്നുന്നവരുണ്ട്, പുളിയൊക്കെ തിന്നുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ മരുന്നും മഗ്നീഷ്യം കാർബ. പ്രത്യേകിച്ച് സോഡയോടൊക്കെ ഭയങ്കര, സോഡ കുടിക്കാൻ ഭയങ്കര ഡിസയറാണ്, സ്ട്രോങ് ഡിസയർ ഫോർ സോഡ കാണും. പിന്നെ ഉപ്പിനോടും ഉപ്പിലിട്ട ഭക്ഷണത്തോടും ഉപ്പിലിട്ടതിനോടും ഒക്കെ ഭയങ്കര ആർത്തി വരികയാണെങ്കിൽ നേട്ടം പോരാ. ഉപ്പിലിട്ടത് ചുമ്മാ ഇങ്ങനെ കയ്യിലെടുത്ത് നിന്നുകൊണ്ടിരിക്കും ഓരോരുത്തരുടെ. മണ്ണ്, ചോക്ക, ചുണ്ണാമ്പ് തുടങ്ങിയാണെങ്കിൽ പിത്തിയെന്നൊക്കെ ഇങ്ങനെ അടത്തിയെടുത്ത് തിന്നുന്ന കണ്ടിട്ടുണ്ട്. വെള്ള പൂശിയ ബൂത്തിയെന്നൊക്കെ മണ്ണ് തിന്നുന്ന കണ്ടിട്ടുണ്ട്, നൈട്രിക് ആസിഡ്. അതല്ലാത്ത കേസുകളിലും എനിക്കിഷ്ടം പോലെ പിള്ളേർ മണ്ണൊക്കെ എടുത്ത് തിന്നുന്ന പിള്ളേർ ക്രേവിങ്സിന് സ്ട്രോങ് ഡിസയർ നൈട്രിക് ആസിഡ് ഒന്നാം തരം മെഡിസിൻ. പിന്നെ പഞ്ചസാരയോടും അച്ചാറിനോടും വളരെയധികം ആർത്തി, സൾഫർ. ഒരിക്കൽ ഒരു ഡയബറ്റീസ് പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നു. അന്നേരം അവർ പൂർത്തിയാക്കിയില്ല, BHMS ഫൈനൽ ഇയർ വരെ പഠിച്ചതാണ്, എൻ്റെ ജൂനിയറാണ്. അപ്പം അത് കഴിഞ്ഞ് അവരുടെ അമ്മയല്ല അമ്മായിയമ്മ അവർ രണ്ടുപേരും ടീച്ചേഴ്സാണ്. ഹോമിയോപ്പതി പഠിത്തം നിർത്തി അത് കഴിഞ്ഞ് TTCയോ ഇത് B.Ed ഒക്കെ പാസ്സായിട്ട് സ്കൂളിൽ ജോലി കിട്ടി. അവർ രണ്ടുപേരും രാവിലെ ജോലിക്ക് പോയിട്ട് വൈകിട്ട് തിരിച്ചു വന്ന പഞ്ചസാര പാത്രത്തിലൊന്നും കാണുകയില്ല, ഒരു മധുരപലഹാരത്തിൻ്റെ പാത്രവും കാലിട്ടില്ലായിരിക്കും. എന്നോട് ഡയബറ്റീസിൻ്റെ കാര്യമൊന്നും ആദ്യം പറഞ്ഞില്ല, അതിന് ഇൻസുലിൻ ഏതാണ്ടൊക്കെ എടുക്കുന്നുണ്ട്. ഏതായാലും ഈ സ്ട്രോങ് ക്രേവിങ് ഫോർ ഷുഗർ അത് വിട്ടിട്ട് ആർജിനും നൈട്രിക്കും കൊടുത്തു. ഡയബറ്റീസും കുറഞ്ഞു, കൺട്രോളിലായി. പിന്നെ അവർ ഇടുന്ന മധുരപലഹാരങ്ങളൊക്കെ ആ ടിന്നിൻ്റെ അകത്തൊക്കെ ഇരുന്നിരുന്നു. എന്നാലും നമുക്ക് ഇങ്ങനെയുള്ളതിനൊക്കെ നമ്മളതിനോടും പറ്റിയ ഔഷധങ്ങൾ വേറെ ഒന്നില്ലാത്തതില്ല. അമ്മളത്തിനും ഉപ്പിനോടും ഒക്കെ ഉപ്പുമാങ്ങായും പച്ചമാങ്ങ ഉള്ളപ്പം ഉപ്പിട്ട് കൂട്ടി അതിനോട് കൂടി ഉള്ള ആർത്തി പെറേട്രമാർമാണ് മെഡിസിൻ. എല്ലാം പൊട്ടൻസിയാണ്. പൊട്ടൻസി ഉണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം പറയും. ചോക്കിനോട് ആർത്തി ഉണ്ടെങ്കിൽ കാൽക്കേറിയ കാർബാണ്. ചോക്കിനോട് ചിലർ ചാരം, കരിഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് ഈ പുക പിടിച്ച് ഇങ്ങനെ കരിഞ്ഞ ഇതിനോടൊക്കെ, അതിനോട് മണമൊക്കെ വരും, ചോട്ടിപ്പിടിച്ചതിനോടൊക്കെ ഭയങ്കര താല്പര്യം. അങ്ങനെയുള്ളതൊക്കെ അവിയലൊക്കെ ചോട്ടിപ്പിടിച്ച് അത് കഴിക്കാൻ പറ്റിയ താല്പര്യം കാണിച്ച കാർബോവേജാണ് മെഡിസിൻ. ആപ്പിളിനോട് അമിതമായുള്ള ഇത് കണ്ടാൽ ടെലൂറിയമാണ് മെഡിസിൻ. ടെലൂറിയം ആലോചനയുണ്ടെന്നോ? കാണും. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന എനിക്ക് അനുഭവത്തിനാണ് കൂടുതലും എടുത്തിരിക്കുന്നത് കേട്ടോ. അല്ലാതെ ഇഷ്ടം പോലെ മെഡിസിൻ ഉണ്ട്, വേറെ പല ബുക്കുകളിലും ഇതിലുമൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ അനുഭവത്തിലുള്ളത് മാത്രമാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത്.
സാറേ, ചാരം, കരിഞ്ഞ ഭക്ഷണപദാർത്ഥവും കാർബോഹൈഡ്രേറ്റ് അല്ലേ പറഞ്ഞേ? അതെ. അത് ഇപ്പോഴത്തെ ഒരു വെറൈറ്റി ഫുഡല്ലേ, മോക്ക്ഡ് മീറ്റ്, അതെ, ഗ്രിൽഡ് അത് മോക്ക്ഡ്. യൂറോപ്യൻസിന് ഭയങ്കര ഇഷ്ടം. യൂറോപ്യൻസിന് അവര് ഇറച്ചിയൊക്കെ അങ്ങനെ ആക്കിയല്ലേ കഴിക്കുന്നു. അവരങ്ങനെയാ. അവർക്ക് അതിനോടൊക്കെ അവർക്ക് ആദ്യം ഞാൻ കണ്ടത് ഇത് കൂടുതൽ അവർ കഴിക്കും. ബ്രസ്റ്റിന് ചൂടും വേദനയും കല്ല് പോലെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ അതിന് കൊടുക്കേണ്ട മരുന്നും ബ്രയോണിയ. അത് ഇതിനും കൊള്ളാം കേട്ടോ. ഈ മാസ്റ്റൈറ്റിസിനും പറ്റിയൊരു മെഡിസിനാണ് ബ്രയോണിയ. എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ കേസ് കിട്ടിയിരിക്കുന്നത് ഈ വെറ്റിനറി ഡോക്ടർമാർ വന്ന് കുറിച്ചു കൊടുക്കും. എനിക്ക് 1 പൗണ്ടൊക്കെ 2 മാസത്തിൽ കൂടുതൽ ഇരിക്കുകയില്ല, അത്ര കൂടുതലായിരുന്നു ഞാൻ നാട്ടിലായിരുന്നപ്പം. എൻ്റെ വീട്ടിലോട്ട് ആൾക്കാർ പറഞ്ഞു വിടും. ബ്രയോണിയ ഒന്നാന്തരം, അത് പ്രത്യേകിച്ച് പശുക്കൾക്കൊക്കെ. ഗർഭകാലത്ത് ബ്രസ്റ്റ് വലുതാകുകയും വേദന അനുഭവപ്പെടുകയാണെങ്കിൽ മുലക്കണ്ണിനും കൊളുത്തിപ്പിടിക്കുന്ന പോലെയുള്ള വേദന, ശ്വാസം എടുക്കുമ്പോൾ വേദന കൂടും, അഗ്രവേഷൻ ഉണ്ടാകും. എപ്പോഴും ഇങ്ങനെ കൈ ഇങ്ങനെ അമർത്തി പിടിക്കണം. അങ്ങനെയാകുമ്പോൾ ആശ്വാസം കിട്ടും. കൊണയന്മാർക്കാണ് മെഡിസിൻ. ഞാനത് 0/3 കൊടുത്തിട്ട് കുറവ് കണ്ടില്ലെങ്കിൽ ഇടയ്ക്ക് ഒരു 200 വണ്ണം ഒരു പൊട്ടൻസി ഇട്ട് കൊടുക്കുമ്പം നല്ല റിലീഫാണ്. പിന്നെ ഒരു ഇത് കാണുന്നത് മൂത്രാശയം, യൂറിനറി ബ്ലാഡർ. പുകച്ചിലോടുകൂടി അതിഭയങ്കരമായ വേദന, അത് കഴിഞ്ഞും ബിഫോർ ആൻഡ് ആഫ്റ്റർ വേദന കൂടുതലായി. അൺബിയറബിൾ പെയിൻ ആയിരിക്കും. ഇത് അനുഭവിക്കാത്തവർ വളരെ ചുരുക്കമാണെന്നായിരിക്കും വന്നത്. കാന്താരത്തിൻ്റെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ വേദന അനുഭവിക്കാത്തവർ കുറവായിരിക്കും. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും അറിയാതെ മൂത്രം പോവാണ് കോഷ്ടിക്കും. അവരുടെ മേത്ത് ചെറിയ തരത്തിലുള്ള അരിത്താവല് പോലെയുള്ള വാട്സും കാണാൻ സാധ്യതയുണ്ട്. പിന്നെ ചുമ സാധാരണ വരാറുള്ള ഒരു പ്രശ്നം, ഗർഭകാലങ്ങളിലുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ചുമ. അതിരാവിലെ കൂടുന്നെങ്കിൽ ബ്രയോണിയ മെഡിസിൻ, ബ്രയോണിയ. കോഴ്സിന് സ്വച്ഛടപ്പോടു കൂടിയായ ചുമയ്ക്കുമ്പോൾ അറിയാതെ മൂത്രവും കൂടെ പോവുകയാണെങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞോട്ട് ശരീരത്തിൻ്റെ കാണുന്നോ കാണാൻ മേലാത്ത ഭാഗത്ത് എവിടെയൊക്കെ മറുകയാണ്, കോഷ്ടിക്കമാണ്. അത് കുറവുണ്ടില്ല. ഇടയ്ക്ക് ഞാനൊരു 0/3 ഒന്നും കൊടുത്തിട്ട് കുറവ് കണ്ടില്ലെങ്കിൽ ഞാനൊരു സെൻറ്റിസ്മൽ പൊട്ടൻസി 200 വണ്ണമോ കൊടുക്കും. അതുകൊണ്ടും കുറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിരിക്കുന്നത് സിനാബറീസ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ. എല്ലാവർക്കും അറിയാമോ എന്നറിയത്തില്ല. അതുകൊണ്ട് ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട്. ഇത് മാർസിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ, ചുമയുടെ കാര്യമില്ല. അറിയാതെ അതൊന്നും വന്നു പോയത്. സ്ഥിരമായിട്ടിങ്ങനെ ഡ്രൈ കഫ് മനസ്സിനും, ഇന്നലെ എനിക്കൊരു പേഷ്യൻ്റ് അതുപോലെ കിട്ടി. മനസ്സിനും ശരീരത്തിനും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചുമ കൂടും. സംസാരിക്കുമ്പോഴും കൂടും, നടക്കുമ്പോഴും രാത്രിയിലും കൂടും. കൊണയന്മാക്കാൻ മെഡിസിൻ. ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കും. തൊണ്ടയിൽ പശ പോലെയുള്ള കഫം ഇരിക്കുന്ന നിമിത്തം തികട്ടലോടുകൂടിയുള്ള ചുമച്ച് ഛർദ്ദിക്കാൻ വരുന്നുവെന്ന് തോന്നുന്നു. അതുപോലെ ചുമച്ച് ഗർഭം അലസിപ്പോകുമോ എന്നുള്ള പേടി അതുകൂടെ ഉണ്ടെങ്കിൽ കാലിയും ബൈക്കാണ് മെഡിസിൻ. അതൊന്നുകൂടെ പറയാമോ സാറേ? അതായത് പശ പോലെയുള്ള എന്തോ തൊണ്ടയിലിരിക്കുന്ന കൂട്ടുള്ള ഒരു തോന്നല്, അതുപോലെ ഛർദ്ദിക്കണമെന്ന് വരിക, അതായത് നോഷ്യ.
അതായത് അതുപോലെ ആ ചുമ കൊണ്ട് ഗർഭം അലസിപ്പോകുമോ എന്നുള്ള പേടി, ഫിയർ ഓർ അബേർഷൻ. ഇനി വേറൊരു കണ്ടീഷനാണ് കോച്ചിപ്പിടുത്തം. ഡോക്ടറെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണോ ക്രാംസ്? അല്ലല്ല. അല്ല, ഗർഭിണികളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് കോച്ചിപ്പിടുത്തം. കൈകാല ക്രാംസ് ഇങ്ങനെ മാക്കോസ് 6X ആണ് ഞാൻ കൂടുതൽ കൊടുക്കുന്നത്. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കാംബോറക്സ് ഓയിൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ കൊടുക്കും. വളരെ കുറവ് കാണാറുണ്ട്. കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒരു കേസ് അങ്ങനെ കിട്ടി. ഇനി കയ്യിലാണ്, കാലിൻ്റെ തൊടയിലാണ് കോച്ചിപ്പിടുത്തെങ്കിൽ തണുത്ത മുട്ടും വിശർപ്പ് കൂടുതലുണ്ടെങ്കിൽ കാൽക്കേറിയ കാപ്പാണ് മനുഷ്യൻ. അപ്പം നടുവിനാണ് കോച്ചിപ്പിടുത്തെങ്കിൽ ചൂടുകൊണ്ടും ശക്തിയായി അമർത്തുമ്പോഴും ആശ്വാസം കിട്ടുകയാണെങ്കിൽ കൊളോസിന്താണ് മെഡിസിൻ. ചിലപ്പോൾ ഈ കോച്ചിപ്പിടുത്തം കാലിൻ്റെ പാദത്തിലും തൊടയിലും വരികയാണെങ്കിൽ കുപ്രമെറ്റാണ്. കുപ്രമെറ്റ് കൊണ്ട് ഒരുപാട് റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ കോച്ചെന്നാണ് ഞങ്ങളുടെ അവിടെയൊക്കെ പറയുന്നത്. ഞങ്ങൾക്കത് കുടുംബപരമായിട്ട് ഒരു ഹെറിറ്ററി ആയിട്ടും വന്ന് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ പകുതി പേർക്ക് കിട്ടും, പകുതി പേര് രക്ഷപ്പെടും. അങ്ങനെയുള്ളപ്പോൾ കുപ്രമെറ്റ് കഴിച്ചാൽ അന്നേരം കുറവ് കിട്ടും. പിന്നെ ഒരു മെഡിസിൻ റെസ്റ്റോക്സാണ്. ഇത് രണ്ടിനും നല്ല റിസൾട്ടുള്ള. പിന്നെ കൊടുക്കാവുന്ന ഒന്നാം തരം ഒരു മെഡിസിനാണ് കോച്ചിപ്പിടുത്തത്തിന് നക്സോമിക്ക. ലോവർ പൊട്ടൻസി ആണ്. ചർമ്മം തണുത്തിരിക്കുന്ന, അതുപോലെ തന്നെ തൊടയിൽ കോച്ചിപ്പിടുത്തമാണെങ്കിൽ ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ പോലും അനങ്ങാൻ പറ്റിയല്ല, ബോധക്കേട് വരെ വരും. അങ്ങനെ വരികയാണെങ്കിൽ പെരാട്ടമാൾമാണ് മെഡിസിൻ. ഈ കോച്ചിപ്പിടുത്തത്തിൻ്റെ കൂട്ടത്തിൽ വയറ്റുവേദനയുണ്ടാണെങ്കിൽ ബിബ്രിനം ഓപ്പുലസ് ആണ് മെഡിസിൻ. ബിബ്രിനം ഓപ്പുലസ് രണ്ടുണ്ട്, പ്രോണിബോളിയോ ഓപ്പുലസ് ഉണ്ട്. ബിബ്രിനം ഓപ്പുലസ് ആണ് ഇവിടെ പ്രധാനം. അതൊന്നുകൂടെ പറയാം സാറേ. അതായത് അതായത് ഈ തയ്യൽ അവിടെ ഭയങ്കര വേദന, അതിനോടുകൂടി വയറ്റുവേദനയുണ്ടെങ്കിൽ ബിബ്രിനം ഓപ്പുലസ് കഴിച്ചാൽ മതി. ഞാനതിന് ഇടയ്ക്ക് മദർ ടിഞ്ചറും കൊടുക്കും, പൊട്ടൻസി കൊണ്ട് കുറവ് കിട്ടിയില്ലെങ്കിൽ. പിന്നെ പുറം വേദന, അരക്കെട്ടിന് സന്ധിയിൽ അനുഭവപ്പെടുന്ന വേദന, കുനിയാൻ പറ്റിയല്ല, എസ്കുലസ് ഹിപ്പോക്രാക്സ്. ഞാൻ മുമ്പേ ഒരു ബാക്ക് ഏക്കിൻ്റെ മെഡിസിൻ പറഞ്ഞിരുന്നു. ഒന്ന് കാലിക്കാർബുണ്ട്, പിന്നെ എന്നാ പറഞ്ഞു, സെപ്യ പറഞ്ഞു, കുറേ മെഡിസിൻ പറഞ്ഞു. ജൽസീമിയം കാലിഫോസും അല്ലേ പറഞ്ഞ? അതും പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ ഒന്നുകൂടെ നോക്കാമായിരുന്നു. ഞാൻ തെറ്റ് പറയാൻ പാടില്ലല്ലോ. അത് പ്രസവത്തിന് ശേഷമാണ്. പ്രസവത്തിന് ശേഷമാണ് സാറേ. അത് പ്രസവത്തിന് ശേഷം. ഇത് ഗർഭിണികളുടെ കാര്യമാണ് പറയുന്നത്. അത് പറഞ്ഞില്ലല്ലോ, നമ്മളിപ്പോഴല്ലേ പറയുന്നു. ഞാൻ അന്നേരം പറഞ്ഞായിരുന്നു, ആദ്യം പറഞ്ഞാച്ചാൽ അത് തുടങ്ങി. ഹെഡിങ് അതായിരുന്നു. ആദ്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ഈ പ്രസവത്തിനുള്ള ഔഷധങ്ങളുടെ അതിൽ ബാക്കിയേക്കാ പറഞ്ഞത്.
അത് ഈ ആദ്യം പറഞ്ഞത് ജെർസീമിയും കാലിപ്പോസ, താഴോട്ടാണ് നക്സോമിക്കാണ്. അതാ സാറേ ഞാൻ പറഞ്ഞു. ആ, അത് പ്രസവത്തിന്റെ സമയത്തുള്ളതാണ്, പ്രസവം കഴിഞ്ഞുള്ളതാണ്. ഇത് ഗർഭിണികൾക്കുള്ളതാണ്, പ്രസവത്തിന് മുമ്പുള്ള കാര്യമാണ്. സംശയമുണ്ടെ ചോദിച്ചോണേ, തെറ്റ് പറയരുതെന്നാ പറയുന്നത്. ഛർദിയുടെ കൂടെ നടുവിന് വേദന ഉണ്ടെങ്കിൽ അലിട്രിസ് ഫർണേഷ്യ പൊട്ടൻസിയും കൊടുക്കാം, മദർ ടിഞ്ചറിലൂടെ മാറി മാറി കൊടുത്താൽ പെട്ടെന്ന് പ്രയോജനം കിട്ടും. കിടന്നാൽ മലർന്ന് കിടന്നാൽ റിലീഫ് കിട്ടുകയാണെങ്കിൽ, റെസ്റ്റ് എടുക്കുമ്പോൾ റിലീഫ് കിട്ടുകയാണെങ്കിൽ, ദാഹം കൂടുതലുണ്ട്, സ്ത്രീയൊക്കെ ഉണങ്ങുകയാണെങ്കിൽ ബ്രയോണിയായ മെഡിസിൻ. പുറം വേദനയോടുകൂടി ഛർദിയും ചിലപ്പോൾ തലകറക്കം കാണും, അങ്ങനെയാണെങ്കിൽ ഓക്കുഡസ മെഡിസിൻ. പിന്നെ പ്രസവത്തിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു 2-3 മെഡിസിൻ പറഞ്ഞിട്ടുണ്ട്. അത് ജെർസീമിയും കാലിപോസും പറഞ്ഞിട്ടുണ്ട്. പിന്നെ താഴോട്ടാണെങ്കിൽ നക്സോമിക്ക പറഞ്ഞിട്ടുണ്ട്. പൾസാറ്റിലെയും സീക്കേൽക്കോറും. ആ അതെ, സീക്കരിക്കോറും പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഒരു മെഡിസിനുണ്ട്, ഫോസ്ഫോറിക് ആസിഡ്. നല്ല ഭയങ്കര ക്ഷീണമായിരിക്കും ഫോസ്ഫോറിക് ആസിഡ്. യൂറിൻ കൂടുതൽ പോവുകയും ചെയ്യും, ചിലപ്പോൾ കാലിന് മരപ്പും കാണും. അതിരാവിലെ 3 മണിക്കാണ് കൂടുന്നെങ്കിൽ, ഇപ്പൊ തന്നെ പലർക്കും മനസ്സിലായി കാണും, 3 മണിക്ക് കൂടുന്ന തണുപ്പ് കൊണ്ടും വേദന വശം വെച്ച് കിടക്കുമ്പോഴും വേദന വർദ്ധിക്കുന്നു. ആ വശം വെച്ച് കിടന്നാൽ കിടക്കാൻ പറ്റിയത്, തിരിഞ്ഞു കിടക്കണം. നട്ടലിൻ്റെ വീക്ക്നെസ്സും വഴക്കമില്ലായ്മയും അനുഭവപ്പെടുകയാണെങ്കിൽ കാലിക്കാർ കൊടുത്താൽ തന്നെ. ഇതിപ്പോൾ ഒത്തിരി പേർക്കുണ്ട്. പിന്നെ വേറൊരു മെഡിസിൻ ഇതുപോലെ തന്നെ കിട്ടുന്നതും റെസ്റ്റോക്സിന് അങ്ങനെയാണ്. പക്ഷേ റെസ്റ്റോക്സ് കണ്ടിന്യൂസ് നമ്മൾ കുറേ നേരം നടന്നു കഴിഞ്ഞാൽ നല്ല സുഖമാണ്. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓർത്ത് വെച്ചോണം, കേസസ് പറയാനോ ചേർക്കാനുണ്ടെങ്കിൽ ഓർത്ത് വെച്ചോണം. ഇനി 10-15 മിനിറ്റേ ഉള്ളൂ. എത്ര മിനിറ്റ് കൂടെ ഉണ്ട്? 15 10 മിനിറ്റ് ആകെ. ആ, എത്ര മിനിറ്റ് കൂടെ പറയണം? അത് ഇനി ഡിസ്കഷൻ ആരെങ്കിലും വരുമോ, സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിലേ അവര് ഹാൻഡ് റൈസ് ചെയ്യട്ടെ, അപ്പോൾ നമുക്ക് നിർത്താം. അതുവരെ സാറിന് ക്ലാസ് തുടരും. ആർക്കെങ്കിലും ഒന്നുകൂടെ പറഞ്ഞോട്ടെ സാറേ, ഒന്ന് പറഞ്ഞോട്ടെ. ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ സംശയങ്ങളോ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ പറയാൻ ഉള്ള സമയമാണ് ഇനി 10 മിനിറ്റ്. അപ്പൊ അതാരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്ത് എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള സമയം എടുക്കാം. അപ്പോൾ ആരും അതിനൊന്ന് ഹാൻഡ് റൈസ് ചെയ്യണം എല്ലാവരും. ഹാൻഡ് റൈസ് ചെയ്യാത്ത പക്ഷം നമുക്ക് സാറിന്റെ ക്ലാസ് തുടരുന്നത്. പിന്നെ ഇത് പറയാതെ മറന്നുപോയ ഒരു കാര്യമുണ്ട്. DNC ഇപ്പോഴും സാധാരണയാണ്. DNC അബോർഷൻ കഴിഞ്ഞ് അത് DNC ചെയ്ത് കഴിഞ്ഞിട്ട് നടുവിന് ക്രേവിംഗ് ഓഫ് പെരേട്രോ ആൽബ. അത് മനസ്സിലായില്ല. ഡോക്ടർ അനിത എന്താ ഇട്ടിരിക്കുന്നത്? അത് മനസ്സിലാവുന്നില്ലല്ലോ. ഇതൊരു ക്രേവിംഗ്, എന്ത് ക്രേവിംഗ് ആണ് മനസ്സിലായില്ല ആ ക്വസ്റ്റ്യൻ. ഒന്ന് വീഡിയോ ഓൺ ആക്കി. ക്രേവിംഗ് ഓഫ് പെരേട്രോ ആൽബ എന്നാ ചോദിച്ചത്. ക്രേവിംഗ് ഓഫ് ബെറേട്രമാൾ. അമ്മളം, തണുത്ത വസ്തുക്കൾ, ഉപ്പ്, ഇങ്ങനെയുള്ളതിനോടുള്ള ആർത്തി, അതായത് സോഡായോടൊക്കെ ആർത്തി കൂടുതൽ കാണും.
സോഡ കുടിക്കണമെന്നൊക്കെ തോന്നും. അങ്ങനെയുണ്ടെങ്കിൽ തണുത്ത തണുത്ത സോഡ ഒഴിച്ച് നാരങ്ങാ വെള്ളം കുടിക്കണമെന്നും ഉപ്പിട്ട് നാരങ്ങാ വെള്ളം കുടിക്കണമെന്നൊക്കെ തോന്നിയാൽ അത് ബെറാട്രമാഡാണ് മരുന്ന്. മതിയായോ? കേട്ടോ? ഐസി കോൾഡ് വാട്ടർ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ. പിന്നെ ഇത് ഞാൻ പറഞ്ഞു, ഡിയാൻസി ചെയ്ത് കഴിഞ്ഞ് മോഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർക്ക് നടുവിന് വേദന വരാറുണ്ട്. അതിലൊരു മെഡിസിനാണ് നൈട്രിക് ആസിഡ്. ഞാൻ 0/3 റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു ഡോസ് സെന്റിസ്മെൻ പൊട്ടൻസിയും കൊടുക്കാറുണ്ട്. കേൾക്കുന്നുണ്ടോ? കേക്കാം സാറേ, കേക്കാം. കുഴപ്പമൊന്നുമില്ല ഇതുവരെ. പിന്നെ അത് അടുത്തത് ആൽബുനോറിയ, മധുമേഹം എന്ന് മലയാളത്തിൽ പറയും. ചില സ്ഥലങ്ങളിൽ മധുമേഹം എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. ശരിക്കുള്ള ഡിക്ഷണറി അർത്ഥം മധുമേഹം എന്ന് പറഞ്ഞാൽ ആൽബുനോറിയ, അതായത് മൂത്രത്തിൽ മാംസാംശം കണ്ടുവരുന്നതിനാണ് മധുമേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഊറി ഊറി മധുമേഹം. ആൽബുൻ കണ്ട അതിന് കൊടുക്കാവുന്ന. എന്താ മറിയമ്മ ഡോക്ടർ എന്തോ പറയുന്നുണ്ടല്ലോ? പറഞ്ഞോ. അന്നത് പറഞ്ഞു, എങ്കിലും സാറേ വരാത്തവർക്ക് അത് ഒന്നുകൂടെ സാർ പറഞ്ഞു. എന്നാ അതുകൂടെ കൊണ്ട് നിർത്താം. എന്നിട്ട് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യട്ടെ. എക്സ്പീരിയൻസ് വളരെ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ സാറേ, ഡോക്ടർ 7 മിനിറ്റ്. രാജേന്ദ്രനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നോക്ക്, ആദ്യം തൊട്ടേ റെഡ്മിന്നാ വെച്ചിരിക്കുന്നത്. പക്ഷേ മുഖം കൊണ്ട് എനിക്ക് മനസ്സിലായി ഡോക്ടർ രാജേന്ദ്രനാണ്. രാജേന്ദ്രനല്ല, ജയചന്ദ്രൻ. ജയചന്ദ്രൻ, തെറ്റിപ്പോയി. സോറി കേട്ടോ ഡോക്ടറെ, പേര് മാറിപ്പോയി. ഈയിടെ ഇപ്പോ വയസ്സനായില്ലേ, ഓർമ്മക്കുറവാ, ക്ഷമിക്കേ. സ്വന്തം പേര് കയറണമെന്ന് പറയുന്നതാ. ജയചന്ദ്രൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാം. ഏപ്പിസ്മെന്റ് മറ്റൊന്ന് ഫോസ്ഫറസ്, പിന്നൊന്ന് ടെറിബെന്തിന. ഇത് 3 എണ്ണാണ്. ടെറിബെന്തിന മദർ ടിഞ്ചറാണ്, ബാക്കിയൊക്കെ പൊട്ടൻസിയം. പിന്നെ ഏപ്പിസ്മെന്റ് ലോവർ പൊട്ടൻസി, ആൽബുനൂറിയായിട്ട് കൊടുക്കാവുന്ന മെഡിസിൻ. അന്നേരം ഇനി ഡിസ്കഷനിലോട്ട് പോവാം. ഹലോ ഡോക്ടറെ, സുഖമാണല്ലോ? ജയചന്ദ്രന് പറയാനുള്ളത് പറയട്ടെ. ഡോക്ടറെ സുഖമാണല്ലോ? നല്ല ആരോഗ്യത്തിൽ കഴിയുന്നെന്ന് വിചാരിക്കുന്നു. പിന്നെ സമയക്കുറവുണ്ട്, പെട്ടെന്ന് ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കാം. എൻ്റെ അടുത്ത് ഒരു 2 ദിവസം മുമ്പ് ഒരു ലേഡി വന്നായിരുന്നു. അവരുടെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ അവർ ഡെലിവറി കഴിഞ്ഞു, കുട്ടിക്ക് പാല് കൊടുത്തുകൊണ്ടിരുന്നു. പോയിട്ട് 1.5 വയസ്സായ കുട്ടിക്ക്. അപ്പോൾ പാല് കൊടുപ്പൊക്കെ നിർത്തി. ഇപ്പോൾ കുട്ടിക്ക് 7-8 വയസ്സായി. ഇപ്പോൾ അവർക്ക് ബ്രസ്റ്റിൽ കഴപ്പ് വരികയും ഏരിയയുടെ ഒരു ഭാഗത്ത് ചൊറിച്ചിലും അതുപോലെ തന്നെ നിപ്പിളിൽ കൂടെ വാട്ടറി ഫ്ലൂയിഡ് ഇങ്ങനെ കഴപ്പ് വരുമ്പോൾ ഒരു അമർത്തിയാൽ വാട്ടറി ഫ്ലൂയിഡ് ബ്രസ്റ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഞാനതിന് പൾസാറ്റിലെയും കാലിഫോസും കൂടെ കൊടുത്തു വിട്ടു. ഒരു 10 ദിവസം കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. അത് ഇനി അവർ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും റിലീഫ് കണ്ടില്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും മരുന്ന് ആലോചിക്കണോ? ഇതിന്റെ റിസൾട്ട് അറിയട്ടെ, എന്നിട്ട് ഓക്കെ. അല്ലെ ഞാൻ അങ്ങോട്ട് എന്നിട്ട് ഞാൻ വിളിക്കാം. എന്നാലും എനിക്കൊന്നും റെഡിമെയ്ഡ് ഇല്ല. റെഡിമെയ്ഡ് ഒരാൾ ചോദിച്ച ഉടനെ ഇതാണെന്ന് പറയാൻ പറ്റിയല്ല. അത്ര കൺവെർസേഷനുള്ള കാര്യങ്ങളെ ഞാൻ പറയുള്ളൂ. ഇപ്പൊ കണ്ണിന്റെ അത് കഴിഞ്ഞ് കാപ്പിലറി ബ്ലീഡിങ് വന്നോ? അല്ല, അവർക്ക് ഏരിയയുടെ ഭാഗത്ത് ചൊറിച്ചിലുണ്ട്, ബ്രസ്റ്റിന്റെ കഴപ്പുണ്ട്. അപ്പോൾ അവർ അമർത്തുമ്പോൾ വാട്ടറി ഫ്ലൂയിഡ്, ഒരു ഓയിൽ ടൈപ്പ് ഫ്ലൂയിഡാണ് വരുന്നത്. അതെന്റെ വാട്സപ്പ് ഉണ്ടല്ലോ ഡോക്ടറെ, അത് ഇതുപോലെ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്തൊന്ന് അയച്ചേ. എന്നാലും ഞാൻ നോക്കി ഇതുപോലെ തന്നെ. പിന്നെ ഞാൻ ചോദിച്ചു, ഡോക്ടറുടെ കണ്ണിന്റെ കാപ്പിലറി ബ്ലീഡിങ് പിന്നെ വന്നോന്നാ ചോദിച്ചത്. കേക്കാവോ? ജയചന്ദ്രൻ ഡോക്ടറുടെ നെറ്റ് വീക്കാണ്. അപ്പൊ ഇനി 4 മിനിറ്റ് ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും വേറെ ആർക്കെങ്കിലും സംശയം ചോദിക്കാണ്ടോ എന്ന് ഹാൻഡ് റൈസ് ചെയ്യോ വീഡിയോ ഓൺ ആക്കി ചോദിക്കുകയോ ചെയ്യാം. ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം. അത് തന്നെ. സാറിന് എന്തെങ്കിലും
വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാം. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? അറിയാമോ ഡോക്ടർക്ക് സംശയമുണ്ടോ? ഇല്ല, ഇന്നത്തെ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഏകദേശം നമ്മുടെ ടൈം കഴിയാറായി. ഈ കഴിഞ്ഞ ഞാൻ ഈ അവസാന 5-10 മിനിറ്റ് ആകുമ്പം ചോദിച്ചു നിർത്തുന്നത് എന്തിനാണെന്ന് അറിയാം. പലതുകൊണ്ട് പെരുവെള്ളം ഒരു പോയിന്റാണ് ചിലപ്പോൾ ഒരാൾ പറഞ്ഞാൽ നമുക്കതൊരു മുതൽക്കൂട്ടാകും. അതിനാണ് ഈ നേരത്തെ നിർത്തുന്നത്. അതെ, അങ്ങനൊന്നും കിട്ടുമെന്ന് സാർ വിചാരിക്കണ്ട. ഒരു പോയിന്റ് പറയട്ടെ. പോയിന്റ് അല്ല, ശാന്തേന്ദ്രൻ മാഡം പറഞ്ഞു തന്നതാണ്. ഈ ഇത് മോർണിംഗ് സിക്നസിന് നല്ലൊരു മരുന്ന് സിറിയം ഓക്സാലിക്കം, CERIUM, സിറിയം ഓക്സാലിക്കം 3X. ഇങ്ങനെയുള്ള ഡൗട്ടൊക്കെ ഞാൻ വരുമ്പം ഒന്നീ ഡോക്ടർ ശാന്താചന്ദ്രനോട് അല്ലെങ്കിൽ അമ്പാടി മാഡത്തിനോട് ചോദിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ വരുമ്പോൾ അവരിൽ നിന്നാണ് ഞാൻ ക്ലിയർ ചെയ്യാറുള്ളത്. വേറെ ഉണ്ടോ? ഉണ്ടോ? ഇതന്ന് ഒരു പേഷ്യന്റിന് വേണ്ടി ഞാൻ ചോദിച്ചപ്പോ എനിക്ക് പറഞ്ഞു തന്നാണ് സിറിയം ഓക്സാലിക്കം 3X. ഓക്കെ മറിയാമ്മ ഡോക്ടർ. സാറേ, ഇനി 2 മിനിറ്റേ ഉള്ളൂ നമുക്ക് കേട്ടോ. ഇപ്പൊ എന്തായാലും ഒത്തിരി കാര്യങ്ങളാണ് സാർ ഇന്ന് ഈ പ്രഗ്നൻസിയിലും പ്രസവാനന്തര ഉള്ള പ്രശ്നങ്ങളും പ്രഗ്നൻസിയിലുള്ള പ്രശ്നങ്ങളും ഒരുപാട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും സാറ് പറഞ്ഞു. സാറിൻ്റെതായ വ്യൂവിലുള്ള ക്ലാസ് ആയിരുന്നു സാർ എന്ന് പറഞ്ഞത്. അപ്പോ ഇത് ഈ പ്രശ്നങ്ങളുമായിട്ട് വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിൽ എല്ലാവർക്കും പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ക്ലാസ് എടുത്ത് ഇനിയിപ്പോ അലോപ്പതി ഹോസ്പിറ്റലില് പോയി അഡ്മിറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിൽ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ കൊടുത്താലും റിസൾട്ട് കിട്ടും. അതെ, മനസ്സിലായി. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ മകളായിരിക്കും, അനിയത്തിയായിരിക്കും, അല്ലെ വേറെ ആരേലും ബന്ധുക്കളായിരിക്കും. അവർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും സാറ് അപ്പൊ ഈ പ്രഗ്നൻസിയിലും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പ്രസവാനന്തര കേസുകളിലും ഉള്ള ഇനി പറയാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അത്രയ്ക്ക് എല്ലാ കേസുകളും സാറ് പറഞ്ഞു. വരാൻ ചാൻസ് ഉള്ള പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം അതിനുള്ള മരുന്നും പറഞ്ഞു. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ വന്നാൽ നമുക്ക് ഇനി സാറെന്ന് പറഞ്ഞ മരുന്നുകളൊക്കെ നമുക്ക് കൊടുത്തു നോക്കാം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നല്ല ക്ലാസ് എടുത്ത സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കുന്നു. നന്ദി ശൈല ഡോക്ടറെ. നമുക്ക് 3 ഭാഗങ്ങളായിട്ടാണ് സാറ് നമുക്ക് ഗർഭകാല രോഗങ്ങളും പ്രസവാനന്തര പ്രശ്നങ്ങളും ഹോമിയോപ്പതി ചികിത്സ എന്ന വിഷയത്തിലെ ക്ലാസ് എടുത്തത്. വളരെ പ്രയോജനമുള്ള ക്ലാസ്. അത് സാറിൻ്റെ അനുഭവം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടട്ടെ എന്നുള്ള വളരെ വലിയ ആഗ്രഹത്തോടെ സാറ് നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഇത്രയും നല്ല ക്ലാസ് ഞങ്ങൾക്ക് തരുന്ന ശ്രീധരക്കുറുപ്പ് സാറിന് ആദരപൂർവ്വം സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇതുപോലെ അടുത്തൊരു വിഷയമായിട്ട് എത്രയും വേഗം ക്ലാസ്സുമായിട്ട് വരണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മോഡറേറ്റർ ശൈല ഡോക്ടർക്കും നന്ദി അറിയിക്കുന്നു. എന്നെ കേട്ടോണ്ടിരുന്ന ഇത്ര നേരം കേട്ടോണ്ടിരുന്ന ഏകദേശം 24 പേരുണ്ട്. 24 പേർക്കും ഈ വൈകിയ വേളയിലും കേട്ടോണ്ടിരിക്കാൻ തോന്നിയതിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വൺ ആൻഡ് ഓൾ. ഗുഡ് നൈറ്റ്. ഓക്കെ സാറേ, എന്തായാലും സാറിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. സാറ് ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നാളെ ഇതേ സമയം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നാളെ ഇതേ സമയം കാണുമ്പോഴേക്കും എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.